കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. CPI ജില്ലാ സെക്രട്ടറിയും പുനലൂർ MLA-യുമായ PS സുബാൽ 8:45 ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ഏരൂർ ടൗൺ വാർഡിലെ 1-ാം നമ്പർ ബൂത്തിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. വിജേഷേ ഉണ്ടോ എന്നാ എൻ്റെ കൂടെ ഞാൻ പറയാം. എവിടെ അത്? ഇത് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. സംസ്ഥാനത്താകെ ഇടത് തരംഗമാണെന്നും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇടതുമുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിലെത്തുമെന്നും PS സുബാൽ MLA പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ വൻ വിജയം നേടുമെന്നുള്ളത് ഉറപ്പാണ്. കേരളമാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തരംഗമാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭൂരിഭാഗം പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും അതുപോലെ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിലും വൻ വിജയമാണ് LDF കരസ്ഥമാക്കാൻ കഴിയും. കഴിഞ്ഞ 9.5 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വികസന ക്ഷേമ രംഗത്ത് വലിയ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്. സമാനതകളില്ലാത്ത വികസനമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രചരണത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. UDF-നെ സംബന്ധിച്ച് BJP-യെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സമീപനമില്ലാതെ ഇടതുപക്ഷത്തെ അന്ധമായി എതിർക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പിൽ അവർ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ അവർ വികസനം ചർച്ചയാക്കാൻ തയ്യാറായിട്ടില്ല. അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അന്ധമായി എതിർക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. BJP ആണെങ്കിൽ കേരളത്തിൽ അവർക്ക് മത്സരിക്കാൻ എല്ലാ സീറ്റുകളിലും കഴിഞ്ഞിട്ടില്ല. UDF-നാണെങ്കിൽ വലിയ റിബൽ ശല്യമാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. നമുക്ക് പ്രചരണ രംഗത്ത് BJP-യെയും UDF-നെയും പലയിടത്തും കാണാൻ കഴിയില്ലായിരുന്നു. ഈ രണ്ട് മുന്നണികളും പ്രസ്ഥാനങ്ങളും കേരളീയ സമൂഹത്തിൽ അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. നാട്ടുവാർത്ത, ഏരൂർ.